ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ആംപ്ലിഫയർ, ഇൻവെർട്ടർ, അതുപോലെ ബാറ്ററി ചാർജർ, അതുപോലെ പലതരത്തിലുള്ള ഇലക്ട്രോണിക്സിൻ്റെ ഉപകരണങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇതിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഓട്ടോമാറ്റിക് കൂളിംഗ് ഫാൻ്റെ ഒരു സർക്യൂട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. സാധാരണ നമ്മൾ ആംപ്ലിഫയറിലൊക്കെ ഇങ്ങനെയുള്ള കൂളിംഗ് ഫാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫുൾ ടൈം നല്ല സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കും, ഭയങ്കര നോയ്സ് ആയിരിക്കും ഈ ഒരു ഫാൻ വർക്ക് ചെയ്യുന്നതിൻ്റെ. അതുപോലെ കുറഞ്ഞ സൗണ്ടിൽ ആംപ്ലിഫയറിൽ പാട്ട് വെക്കുന്ന സമയത്തും ഈ ഒരു ഫാൻ അതുപോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കൂളിംഗ് ഫാൻ ഓട്ടോമാറ്റിക്കായിട്ട്, അതായത് ഹീറ്റ് ആകുന്ന സമയത്ത് മാത്രം ഫുൾ സ്പീഡിലും അത് കഴിഞ്ഞ് ഇത് ഓഫ് ആകുന്ന രീതിയിലുള്ളൊരു സർക്യൂട്ടാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് ചെയ്തെടുക്കാൻ നമുക്ക് 3 സാധനങ്ങളാണ് ആവശ്യം. ഇതാണ് സർക്യൂട്ട് ഡയഗ്രാം. IRFZ44N ഒരു മോസ്ഫെറ്റ്, പിന്നെ 10K പ്രീസെറ്റ് ഒരെണ്ണം, അതായത് വോളിയം കൺട്രോളർ, പിന്നെ 10K NTC തെർമിസ്റ്റർ ഒരെണ്ണം. ഇത്രയും മതി. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിൽ കാണുന്ന പോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ 100% പക്ക വർക്കിംഗ് ആയിരിക്കും. അപ്പോൾ ഈ 3 സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഒരു കൂളിംഗ് ഫാന് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് ആക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം ഒരു ആംപ്ലിഫയർ അല്ലെങ്കിൽ ഇൻവെർട്ടർ അല്ലെങ്കിൽ ബാറ്ററി ചാർജർ, അപ്പോൾ ഇതൊക്കെ ഹീറ്റ് ആകുന്ന സമയത്ത്, ആ ഹീറ്റ് ആകുന്ന സമയത്ത് മാത്രം ഈ ഒരു കൂളിംഗ് ഫാൻ വർക്ക് ചെയ്യും. അത് കഴിഞ്ഞ് ഫാൻ ഓഫ് ആകുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ ചെറിയൊരു സ്പീഡിൽ കറങ്ങുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് നമുക്ക് വോളിയം കൺട്രോളർ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് IRFZ44N എന്ന് പറഞ്ഞ ഈ ഒരു മോസ്ഫെറ്റാണ് വേണ്ടത്. ഇതുപോലത്തെ പലതരത്തിലുള്ള മോസ്ഫെറ്റ് ഉപയോഗിക്കാം, N ചാനൽ മോസ്ഫെറ്റുകൾ. അപ്പോൾ ഈ ഒരു മോസ്ഫെറ്റിന് 30 രൂപയാണ്. ഇതിൽ സെൻറ്ററിലെ പിന്നിലാണ് ഫാനിൻ്റെ നെഗറ്റീവ് കണക്ട് ചെയ്യേണ്ടത്. ബാറ്ററി എന്നുള്ള, അതായത് പവർ സപ്ലൈ നെഗറ്റീവ് കണക്ട് ചെയ്യേണ്ടത് 3ാമത്തെ പിന്നിലാണ്. 1ാമത്തെ പിന്നിലാണ് NTC തെർമിസ്റ്റർ കണക്ട് ചെയ്യേണ്ടത്. അതുപോലെ 1ാമത്തെയും 3ാമത്തെയും പിന്നിൽ വോളിയം കൺട്രോളും കണക്ട് ചെയ്യണം. ഇതിൻ്റെ കണക്ഷൻസും ഡീറ്റെയിൽസ് എല്ലാം വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇത് പലർക്കും ആവശ്യം വരുന്ന സർക്യൂട്ടാണ്. അപ്പോൾ ഈ കാണുന്ന പോലത്തെ മോസ്ഫെറ്റ് ഇലക്ട്രോണിക്സിൻ്റെ സ്പെയർ കിട്ടുന്ന ഷോപ്പുകളിൽ കിട്ടും. ചിലയിടത്ത് 35, ചിലയിടത്ത് 20, 25ഒക്കെയാണ്. ഈ ഒരു മോസ്ഫെറ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഇൻവെർട്ടർ, കൺവെർട്ടർ അങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് ഈ ഒരു സർക്യൂട്ട് ചെയ്യാനായിട്ട് ഇവിടെ ആവശ്യം ഇതുപോലെ ഒരു വോളിയം കൺട്രോളറാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു സർക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 47K ഒരു വോളിയം കൺട്രോളറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ 10K മുതൽ 47K ഇതിനിടയിലുള്ള ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതുപോലെ ഈ ഒരു വോളിയം കൺട്രോൾ നമ്മൾ ഈ ഒരു സർക്യൂട്ടിൽ ഉപയോഗിക്കുമ്പം ഇതിൽ 2 കാലിലേക്ക് മാത്രമാണ് കണക്ഷൻ വരുള്ളൂ. അത് നമുക്ക് ഏത് രീതി വേണമെങ്കിലും ഉപയോഗിക്കാം. ഒന്നെങ്കിൽ നമുക്ക് 1ാമത്തെ പിന്നിലും സെൻട്രലിലെ പിന്നിലും കണക്ഷൻ കൊടുക്കാം, അല്ലെങ്കിൽ സെൻട്രലിലെ പിന്നിലും 3ാമത്തെ പിന്നിലും. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഈ ഒരു സർക്യൂട്ടിൽ ഇങ്ങനെ വോളിയം കൺട്രോൾ ഉപയോഗിക്കുന്നതിന് ഉദ്ദേശം നമുക്ക് ഈ ഒരു ഫാൻ വർക്ക് ചെയ്യുന്ന രീതിയിൽ, അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു ആംപ്ലിഫയറിലാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ആംപ്ലിഫയർ ഓണാക്കുന്ന സമയത്ത് ഫാൻ പതിയെ ചെറിയൊരു സ്പീഡിൽ വർക്ക് ചെയ്യണോ വേണ്ടോ എന്നൊക്കെ നമുക്ക് ഈ ഒരു വോളിയം കൺട്രോളിലാണ് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ എങ്ങനെയാണെന്ന് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. പിന്നെ നമുക്ക് ഈ ഒരു സർക്യൂട്ടിലേക്ക് ആവശ്യം NTC തെർമിസ്റ്റർ ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സർക്യൂട്ടിലെ മെയിൻ പാർട്ട് ഈ കാണുന്ന സാധനമാണ്. ഇതാണ് NTC തെർമിസ്റ്റർ. അപ്പോൾ ഇതിന് 10 രൂപയാണ്. ഇത് ഇലക്ട്രോണിക്സിൻ്റെയൊക്കെ സ്പെയർ കിട്ടുന്ന ഷോപ്പിൽ NTC തെർമിസ്റ്റർ എന്ന് പറഞ്ഞാൽ മതി, 10K. അതല്ലെങ്കിൽ നമുക്കിത് പവർ ബാങ്കിൻ്റെ ബോർഡിലൊക്കെ ചിലത് കാണും, അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ ചില ബാറ്ററി പാക്കിലേക്ക് കാണാറുണ്ട്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ CPU വരുന്ന SMBസിനകത്തൊക്കെ ഈ ഒരു തെർമിസ്റ്റർ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ഈ ഒരു സർക്യൂട്ടിൽ ഈ ഒരു തെർമിസ്റ്ററാണ് സെൻസറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു സെൻസറിലേക്ക്, അതായത് ഈ തെർമിസ്റ്റർ ചൂടാകുന്ന സമയത്താണ് ഫാൻ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ആവുന്നത്. അപ്പോൾ ഈ ഒരു തെർമിസ്റ്റർ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇലക്ട്രോണിക്സിൻ്റെ സ്പെയറുകൾ കിട്ടുന്ന ഷോപ്പിൽ അന്വേഷിച്ചാൽ മതി. അതായത് ഈ IC അങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടുന്ന ഷോപ്പിൽ കിട്ടും ഈ സാധനം. അതുപോലെ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സർക്യൂട്ടാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ വലിച്ചു കിട്ടി കാണിക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല. നമ്മുടെ വീഡിയോസൊക്കെ ഇപ്പോൾ സ്കൂളൊക്കെ അടച്ചിരിക്കുന്നത്, അപ്പോൾ ചെറിയ കുട്ടികൾ മുതൽ കാണുന്നുണ്ട്, അതുപോലെ പ്രായമായവർ കാണുന്നുണ്ട്, അതുപോലെ ഇലക്ട്രോണിക്സിൽ വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ക്ലിയർ ആയിട്ട് കാണിച്ചില്ലാണ് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വോളിയം കൺട്രോളിലേക്ക് കണക്ട് ചെയ്യേണ്ടത് 1ാമത്തെയും 3ാമത്തെയും പിന്നാണ് മോസ്ഫെറ്റിൻ്റെ, അതായത് ഈ രീതിയിൽ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഉദാഹരണമായിട്ട് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. മോസ്ഫെറ്റിൻ്റെ 1ാമത്തെ പിന്നും 3ാമത്തെ പിന്നും അത് വോളിയം കൺട്രോളിലേക്ക് ഈ രീതിയിലേക്കോ അല്ലെങ്കിൽ തിരിച്ചും വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഇതുപോലെ ഏത് രീതി വേണമെങ്കിലും കണക്ട് ചെയ്യാം. ഇങ്ങനെ തിരിഞ്ഞു പോയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതുപോലെ നമുക്കിത് ഓപ്പോസിറ്റായിട്ട് കൊടുക്കാം. ഈ രീതിയിൽ കണക്ട് ചെയ്യാൻ നിങ്ങളുടെ ഇഷ്ടം പോലെ ഈ ഒരു വോളിയം കൺട്രോൾ ഇങ്ങനെ കണക്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ കാണുന്ന പോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമുണ്ടാവും. അപ്പോൾ ഇനി ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞ് ഈ ഒരു 1ാമത്തെ കാലിൽ, മോസ്ഫെറ്റിൻ്റെ 1ാമത്തെ കാലിൽ ഈ ഒരു NTC തെർമിസ്റ്റർ അത് ഈ രീതിയിൽ കണക്ട് ചെയ്താൽ മതി. NTC തെർമിസ്റ്റർ കണക്ട് ചെയ്യുമ്പോഴും ഇത് അങ്ങോട്ടും കൊണ്ട് തിരിഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല. ഏത് കാല് വേണം മോസ്ഫെറ്റിൻ്റെ സൈഡിലേക്ക് അങ്ങനെയൊന്നും നോക്കണ്ട. ഇതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കാണുന്ന ഇതേ രീതി തന്നെ ചെയ്ത് നോക്കുക. പിന്നെ ബേസിക് ആയിട്ടുള്ള കണക്ഷൻ ഇത്രേ ഉള്ളൂ. നമുക്ക് ഈ ഒരു സർക്യൂട്ട് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് നമുക്ക് പവർ സപ്ലൈയും അതുപോലെ തന്നെ ഫാനും കണക്ട് ചെയ്യാം. ഫാന് വരെ നമുക്ക് വേണം റിലേ ഉപയോഗിക്കാം. റിലേ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ ഫാനുകളൊക്കെ, കറണ്ടിൽ വർക്ക് ചെയ്യുന്ന ഫാനൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിലൊക്കെ ആക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് ഇതിലേക്ക് കൂളിംഗ് ഫാൻ കണക്ട് ചെയ്യാം. ഞാനിവിടെ ബ്ലോവർ ഫാനാണ് ഉപയോഗിക്കുന്നത്. ബ്ലോവർ ഫാനിൻ്റെ ബ്ലാക്ക് വയർ, നെഗറ്റീവ് വയർ മോസ്ഫെറ്റിൻ്റെ നടുക്കത്തെ കാലിലേക്കാണ് ഈ ഒരു കൂളിംഗ് ഫാനിൻ്റെ ബ്ലാക്ക് വയർ കണക്ട് ചെയ്യേണ്ടത്. ഇതാണ് ഔട്ട്പുട്ട്. ഇനി അടുത്തായിട്ട് കൂളിംഗ് ഫാനിൻ്റെ പോസിറ്റീവ് വയർ അത് ഈ ഒരു തെർമിസ്റ്ററിൻ്റെ 1ാമത്തെ കാലിൽ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിലേക്ക് കൂളിംഗ് ഫാനിൻ്റെ പോസിറ്റീവ് നെഗറ്റീവും കണക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 12 വോൾട്ട് സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് 2 വയർ കൂടി കണക്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിലേക്ക് പവർ സപ്ലൈ കണക്ട് ചെയ്യാനുള്ള പോസിറ്റീവ് വയർ, അതിൽ റെഡ് വയർ ഈ ഒരു കൂളിംഗ് ഫാനിൻ്റെ വയർ കണക്ട് ചെയ്ത, അതായത് ഈ ഒരു തെർമിസ്റ്ററിൻ്റെ ഈ 1ാമത്തെ കാലിലേക്ക് തന്നെയാണ് പവർ സപ്ലൈയുടെ പോസിറ്റീവും കണക്ട് ചെയ്യേണ്ടത്.
ഇനി അടുത്തായിട്ട് നമുക്ക് പവർ സപ്ലൈ നെഗറ്റീവ് മോസ്ഫെറ്റിൻ്റെ മൂന്നാമത്തെ കാലിലേക്കാണ് പവർ സപ്ലൈയുടെ നെഗറ്റീവ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് ഈ ഒരു സർക്യൂട്ട്. ഒന്നുകൂടി ഈ ഒരു സർക്യൂട്ട് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ ഈ ഒരു സർക്യൂട്ട് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ ആർക്കും ചെയ്തെടുക്കാമെന്നുള്ളൂ. ഇനി നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു സർക്യൂട്ട്, ഇതിൽ ഈ ഒരു മോസ്ഫെറ്റ് നമ്മളിപ്പോൾ ആംപ്ലിഫയറിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ ആംപ്ലിഫയറിൻ്റെ ബോഡിയായിട്ട് ടച്ച് ആകുന്ന രീതിയിൽ ഈ ഒരു മോസ്ഫെറ്റ് സ്ക്രൂ ചെയ്ത് വെക്കരുത്. അപ്പോൾ ഇനി ഇതിലേക്ക് പവർ കൂടി കണക്ട് ചെയ്ത് ഇത് വർക്ക് ചെയ്തുകൂടി കാണിച്ചു തരാം. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ 12 വോൾട്ട് പവർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പവർ കണക്ട് ചെയ്തിട്ടും ഈ ഒരു ബ്ലോവർ ഫാൻ വർക്ക് ചെയ്യുന്നില്ല. ഈ ഒരു വോളിയം കൺട്രോളാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വോളിയം കൺട്രോൾ നമുക്കിങ്ങനെ തിരിച്ച് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ടൊരു ആംപ്ലിഫയർ അല്ലെങ്കിൽ ഒരു ചാർജറിലൊക്കെയാണ് നമ്മളിതിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നതെങ്കിൽ ആ ഒരു ചാർജർ ചെറിയ രീതിയിൽ ഹീറ്റാണ് സമയത്തൊന്നും ഫാൻ ഓൺ ആകുന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഇത് നമുക്ക് തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അത് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ചെയ്യുക. പിന്നെ ഇപ്പോൾ ഈ ഒരു സർക്യൂട്ടിൽ നമ്മൾ തെർമിസ്റ്റർ ഇതിൽ ഈ ഒരു മോസ്ഫെറ്റിനോട് ചേർന്നാണ് കണക്ട് ചെയ്തത്. അപ്പോൾ ഇതിങ്ങനെ കണക്ട് ചെയ്യേണ്ട, അത് കുറച്ച് വയറിന് കുറച്ച് നീളം ഇട്ടിട്ട് ഈ ഒരു സെൻസർ പോലെ അത് നമുക്ക് ഹീറ്റ് ആകുന്ന ഭാഗം അവിടെയാണ് ഈ ഒരു തെർമിസ്റ്റർ കണക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇൻവെർട്ടറിലോ അല്ലെങ്കിൽ ഹോം തിയേറ്ററിലൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ആ ഒരു ഹീറ്റ് സിങ്കോട് ചേർന്നാണ് ഈ ഒരു തെർമിസ്റ്റർ മാത്രം കണക്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെ വർക്കിംഗ് കൂടി ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു തെർമിസ്റ്റർ ഞാനിവിടെ ലാമ്പ് ഉപയോഗിച്ച് ചൂടാക്കാൻ പോവാണ്. ഇപ്പോൾ ഇവിടെ ഈ ഒരു തെർമിസ്റ്ററിൽ ചെറിയ രീതിയിൽ ചൂട് തട്ടിയപ്പോൾ പോലും ഈ ഒരു ഫാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഓണായി വന്നു. ഇനി ഈ ചൂട് കുറയുന്നതനുസരിച്ച് തെർമിസ്റ്ററിൽ ആ ഒരു ചൂട് കുറയുന്നതനുസരിച്ച് ഫാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി പോകും. ഇനി കുറച്ച് ചൂടായ സമയത്ത് ഈ ഒരു ഫാൻ ഓണായാൽ മതിയെങ്കിൽ നമുക്ക് ഈ ഒരു വോളിയം കൺട്രോളർ തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 100% പക്ക വർക്കിംഗ് ആയിട്ടുള്ളൊരു സർക്യൂട്ടാണിത്. അതുപോലെ ഇപ്പം നമ്മളിവിടെ ചെയ്തേക്കുന്ന ഈ ഒരു സർക്യൂട്ടിൽ ഞാനിവിടെ 12 വോൾട്ടിൻ്റെ ബ്ലോവർ ഫാനാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് 12 വോൾട്ടിൻ്റെ റിലേ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ നമുക്ക് കറണ്ടിൽ വർക്ക് ചെയ്യുന്ന ഫാനുകൾ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ റൂമിൽ തണുപ്പാകുന്ന സമയത്ത് ഫാൻ തന്നെ ഓഫ് ആകുകയും ചൂട് കൂടുന്നതനുസരിച്ച് വീണ്ടും തന്നെ ഫാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആകുന്ന രീതിയിലൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇങ്ങനെയുള്ള സർക്യൂട്ടിന് ആവശ്യമായ സാധനങ്ങളില്ല ഇലക്ട്രോണിക്സിൻ്റെ സ്പെയർ കിട്ടുന്ന ഷോപ്പുകളാണ് കിട്ടുന്നത്. ഇതിൽ ഉപയോഗിച്ച മോസ്ഫെറ്റിന് 30 രൂപ അങ്ങനെ എന്തോ ആണ് ആയത്. പിന്നെ ഈ റോളിംഗ് കൺട്രോളർ ഇതിന് 20 രൂപയ്ക്കേ ഉള്ളൂ. പിന്നെ ഇതിൽ ഉപയോഗിച്ച തെർമിസ്റ്റർ ഇതിന് 10 രൂപയാണ്. അതുപോലെ ഈ ഒരു സർക്യൂട്ട് ചെയ്തെടുക്കാൻ മിക്കവർക്കും ഇതിനകത്ത് ബുദ്ധിമുട്ടായിട്ട് വരുന്ന തെർമിസ്റ്റർ കിട്ടാനായിരിക്കും. ഇപ്പോൾ തെർമിസ്റ്റർ നമുക്ക് ഒന്നെങ്കിൽ പവർ ബാങ്കിലേക്ക് അടിച്ച് നോക്കുകയാണെങ്കിൽ പവർ ബാങ്കിൻ്റെ ഇതിൽ കാണും. പവർ ബാങ്കിലൊക്കെ ആണെങ്കിൽ പവർ ബാങ്കിൽ ആ ഒരു ബാറ്ററിയോട് ചേർന്നായിരിക്കും ഈ ഒരു തെർമിസ്റ്റർ ഒട്ടിച്ച് ചേർന്നത്. അപ്പോൾ ആ ഒരു സെൻസർ വലിക്കുന്ന ആ ഒരു സാധനം അതെടുത്താൽ മതി. അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ പഴയ ബാറ്ററി പാക്കിലും മിക്കതിലും കാണും. ബാറ്ററി പാക്കിലൊക്കെ ആണെങ്കിൽ ബാറ്ററിയോട് ചേർന്നായിരിക്കും ഈ ഒരു സെൻസർ ഉണ്ടാവുക. അതല്ലെങ്കിൽ ഇൻക്യുബേറ്ററൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന തെർമോസ്റ്റാറ്റ് ബോർഡ് അതിൻ്റെ ആ ഒരു സെൻസർ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ടെക് ഓട്ടോമോട്ടീവ് 2.0 ഇതാണ് പേജിൻ്റെ പേര്. ഫേസ്ബുക്കിലായിരിക്കും കൂടുതൽ സമയം ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത്. അതുപോലെ ഫേസ്ബുക്കിൽ നമ്മൾ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. അപ്പോൾ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് വീഡിയോയിൽ കൊടുത്തേക്കാം. ഇനി അതിൽ കയറിയിട്ട് ഓപ്പൺ ആകുന്നില്ലെങ്കിൽ ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്താൽ മതി ടെക് ഓട്ടോമോട്ടീവ് 2.0 ഇതാണ് പേജ്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൽ മെസ്സേജ് അയച്ചാലും മതി. പിന്നെ ഈ ഒരു സർക്യൂട്ടിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കുന്ന സമയത്ത് തെർമിസ്റ്റർ അത് NTC തെർമിസ്റ്റർ തന്നെ കറക്റ്റായിട്ട് ചോദിച്ച് മേടിക്കണം 10K. അപ്പോൾ തെർമിസ്റ്റർ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സർക്യൂട്ട് കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല.